ആൾ നമ്മളെ അപ്രോച്ച് ചെയ്തത് മെയിനായിട്ട് ആളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ കുറെ കൺസേൺസ് ആണ്. ആളുടെ സെൽഫിലും കുറെ കൺസേൺസ് ഉണ്ടായിരുന്നു. അവർക്ക് ഉണ്ടായിരുന്നൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് സെഷൻ അറ്റൻഡ് ചെയ്യാനൊന്നും ഒട്ടും വില്ലിങ് അല്ല. പിന്നെ പുള്ളിക്കാരിയുടെ കുറെ കൺസേൺസ് അറൗണ്ട് ജോയിന്റ് ഫാമിലി അറൗണ്ടും വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് എഫക്ട് ചെയ്തെടുത്തുനിന്ന് വർക്ക് ചെയ്തു. ഞാനും ഐശ്വര്യം സ്റ്റാർട്ട് ചെയ്തു വർക്ക് ചെയ്യാൻ. ഇപ്പൊ അവരെടുത്തിരിക്കുന്ന കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ആയി. 6th സെഷൻ ആയിരുന്നു, കംപ്ലീറ്റ് ആയി. ഓരോ സെഷൻ സ്റ്റാർട്ട് ചെയ്യണതും ഇങ്ങനെ ഉണ്ടായി, ഈ വീക്കിൽ ഇന്ന പ്രോബ്ലംസ് റിലേഷൻഷിപ്പിൽ ഉണ്ടായി, ഞാൻ എന്താ ചെയ്യാൻ, ഞാൻ മീൻസ് അവർ തിങ്ക് ചെയ്യുന്നതിന്റെ അങ്ങനെ കുറെ കാര്യങ്ങളാണ് അവരെപ്പോഴും പറയാറ്. പക്ഷെ ലാസ്റ്റ് സെഷനിൽ ഞങ്ങളോട് അവർ പറഞ്ഞത്, ഈ 2 വീക്ക് റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടായില്ല ഷിഫ എന്ന് പറഞ്ഞു. അത് പ്രശ്നങ്ങളില്ല എന്നല്ല, വളരെ സ്മൂത്ത് ആയിട്ട് പോയി. പറയാൻ മാത്രമുള്ള കൺസേൺസ് ഒന്നും ഉണ്ടായില്ല. ആർഗ്യുമെന്റ്സ് ആണെങ്കിൽ ഞങ്ങൾ ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ആർഗ്യുമെന്റ്സ് പോകുന്നത്. കമ്മ്യൂണിക്കേഷൻസ് ഇമ്പ്രൂവ് ആയി. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യും എന്നുള്ളൊരു ആൻസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു വിഷമത്തിൽ വരുന്ന ഒരാള് ഇല്ല, ഈ വീക്ക് ഇന്നതൊക്കെ ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു, ഇന്ന കാര്യങ്ങൾ. പിന്നെ അതുപോലെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് ബെറ്ററായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, സെഷനിൽ അവർ ഓരോ സെഷനിലും എന്തെങ്കിലും ഒരു ടേക്ക് അവേ എടുത്താണ് പോണത്. ഈ സെഷനിൽ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവർ പോവുക. അപ്പോൾ ഓരോ വട്ടം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരൊരു നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പം ഇവർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അപ്പം അവരെടുത്ത ഒരു കൺസിസ്റ്റൻസി എന്ന് പറയണത് മീൻസ് അവരെ ഞങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യണ ഒരു കാര്യം തന്നെയായിരുന്നു.